ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മുള്ളൻ തിളപ്പിച്ചതാണ് കേട്ടോ. അതിനുവേണ്ടി 1/2 കിലോ മുള്ളൻ റെഡിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്, ചെറിയ ഉള്ളി. അത് നമുക്കൊരു 5-8 ചെറിയ ഉള്ളി എടുക്കാം. പിന്നെ 3 പച്ചമുളക്, കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം കേട്ടോ. ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് നല്ലോണം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടൊമാറ്റോ കേട്ടോ, അത് കുഞ്ഞായി അരിഞ്ഞത്, അതും കൂടെ ചേർക്കുക. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അതിലേക്ക് ഓക്കെ, ഇനി നമുക്ക് ഇടേണ്ടത് മുളക് പൊടിയാണ്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ അവിടെ എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. കാര്യം ഇവിടെ ആർക്കും എരിവ് പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കുറച്ച് നോർമൽ എരിവുള്ള മുളക് ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും. അത് നമുക്ക് കറിയിലാക്കി എല്ലാം കൂടെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ നല്ല കുറച്ച് ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം തിരുമ്മി എടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒരു 1/2 ഗ്ലാസും കൂടെ വെള്ളം ഒഴിക്കാം കേട്ടോ. ഇത് നമുക്കിനി ഗ്യാസിലോട്ട് വെച്ച് കത്തിക്കാം കേട്ടോ. നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ടാണ് ഫിഷൊക്കെ ഇടുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കയ്യിൽ, ഫുള്ള് വേണ്ട, കുറച്ച് വിനെഗർ, നിങ്ങളുടെ നാട്ടിൽ സുർക്ക എന്നൊക്കെ പറയും, അത് കുറച്ച് നമുക്ക് ചേർക്കാം. അത് ആവശ്യത്തിന് പുളി അനുസരിച്ച് ഇട്ടാൽ മതി, നിങ്ങളുടെ ഇഷ്ടത്തിന്. ഞാൻ ജസ്റ്റ് ഒരു 1/2 കയ്യിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇപ്പം നല്ലോണം കറി തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇതധികം വേവില്ലാത്ത മീനാണ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീയെ ഓഫ് ചെയ്യാം കേട്ടോ. അത്രേ ഉള്ളൂ, സിമ്പിൾ മുള്ളൻ കറി, മീൻകറി.